ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ചെവിട്ടാണിക്കുന്ന് വാട്ടർഫാളിലാണ്. അപ്പോൾ നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ പുളിക്കൽ അതിൻ്റെ ഒക്കെ അടുത്താണ്. അതായത് മലപ്പുറം ഒരു പുളിക്കൽ ആ ഒരു ഏരിയയിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ അതിന് പോകാനായിട്ട് കുറച്ചൊരു ഇടവഴിയൊക്കെ ഉണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇടവഴി എന്നുള്ളത് ഇങ്ങനെ നമുക്കൊരു ഇടവഴി വരുന്നുണ്ട്. ഇവിടെ പുറത്ത് വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നടന്നു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പോകാനുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. നല്ല വാട്ടർഫാളാണ് നമുക്ക് പറയുന്നത്, പക്ഷേ മഴ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എത്രത്തോളം വെള്ളം ഉണ്ടാവുമെന്ന്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളിതാ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വഴിയിലൊരു തടസ്സം ഗൈസ്, അപ്പം നമുക്കിതിൽ കുനിഞ്ഞ് പോകണം. സോ നമ്മൾ കുനിഞ്ഞ് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ വഴിയാണ് ഇത് കേട്ടോ. നമുക്ക് എത്രത്തോളം ഇത് കറക്റ്റ് വഴിയാണ് അറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ പോയി നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഈ വഴിയാണ്. നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്, പക്ഷേ അത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ നമുക്കത് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതിൽ പോയിട്ടില്ല. കുറച്ച് മേലോട്ട് നടന്നു നോക്കാം. കേസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു വീട് കാണുന്നത് കേട്ടോ. നേരെ വീടാണ് കാണുന്നത്. സോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് വേറെ വഴിയുണ്ട് നോക്കാം. വേറെ ഒരു വഴി ഇതിൽ കാണുന്നുണ്ട്. ഓ, പക്ഷെ ഇതിൽ പോയാൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നും കാണുന്നില്ല. ഇടവഴി കാണുന്നുണ്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് പോയേക്കാം അല്ലേ അല്ലേ. നമുക്ക് വഴി തീരെ അറിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇങ്ങനെ എവിടെത്തൊന്നും അറിയില്ല. ഗൈസ്, നമ്മൾ വന്ന റൂട്ട് തെറ്റിപ്പോയിട്ടോ. നമുക്കിങ്ങനെ തിരിച്ച് താഴത്തേക്ക് തന്നെ പോവാം. നമ്മൾ ഈ വഴിയല്ല, തൊട്ട് കാണുന്ന വഴിയാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. തെറ്റി ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. മുകളിൽ കൂടെയാണ് വരുന്നത് വാട്ടർഫാൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ കൂടെ തന്നെ പോകാം. നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി. നമ്മൾ വന്നെന്താ വെച്ചാൽ ഒരു വേറെ വഴിക്ക്, നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ചല്ലേ, ഫസ്റ്റ് നമ്മൾ കണ്ടത് വീഡിയോ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന തമ്മനയിലൊക്കെ ഏറ്റവും മുകളിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ അതിൽ ആ വഴി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ വഴിക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് കേട്ടോ. ഇപ്പോഴത്തെ കുറച്ച് ചാടാനുണ്ട് കേട്ടോ. അത് നമ്മൾ എത്തിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്. അങ്ങനെ പോവാം കേട്ടോ. മേലോട്ട് പോയി നോക്കുകയാണ് എത്രത്തോളം. ഇവിടെ നല്ല കുറച്ച് സീനാണ് കേട്ടോ വഴിയൊക്കെ. സംഭവം ഡിസ്കവറി പോലെ ഉണ്ട് നമ്മൾ പോകണ കണ്ടാൽ. ഇവിടെയൊക്കെ കുറച്ച് രാത്രി ആയാലും കുറച്ച് പ്രശ്നമാണ് കേട്ടോ. രാത്രി ആയാലും അപ്പം പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണിക്കാനല്ലേ, കുഴപ്പമില്ല. ഓക്കെ, ഇതിനുള്ള പാമ്പൊക്കെ ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് മല കയറാണ്ട് കേട്ടോ അങ്ങോട്ട്. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒരുപാട് വെള്ളം പ്രതീക്ഷിച്ച് വരാൻ പറ്റില്ല. കുറച്ചേ ഉള്ളൂ വെള്ളമൊക്കെ. അപ്പം നമുക്ക് ഇതാണ് ഇവിടെ സ്ഥലം വരുന്നത് കേട്ടോ. ഈ ഒരു വഴിയിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വഴി നമുക്ക് വരാവുന്നതാണ് മുകളിൽ കൂടെ. പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ അഡ്വഞ്ചറായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വഴി വരാം കേട്ടോ. മുകൾ ഭാഗത്ത് തന്നെ നമുക്കവിടെ ബൈക്ക് വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാം. ഈ ഒരു വഴി കൂടെ വരാം കേട്ടോ. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നൊക്കെ നമുക്ക് ഈ ഒരു വാട്ടർ വരും. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് താഴെ ആണെങ്കിൽ ഇതാട്ടോ, ഇപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല. കാരണം കുളിക്കാൻ മാത്രം ഇവിടുന്ന് കുളിച്ച് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇപ്പം. പക്ഷേ നമുക്ക് ഇപ്പം അധികം കുളിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ. അവിടെ മീനൊക്കെ ഉണ്ട്, മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. എന്നിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഇരിക്കാനാണ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഇരിക്കാൻ അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് വന്നിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സ്ഥലത്ത് കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു ഒരു കളിക്കാൻ നല്ല കുട്ടികൾക്ക് കളിച്ചിട്ട് വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊരു പാറയുണ്ട്. ആ ഒരു പാറ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് ഇരിക്കാം. ഓക്കെ, ഒരു വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കാറ്റും അതുപോലെ തന്നെ നമുക്ക് തണലും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ കുറവുള്ളത് കുറച്ച് ജലം കുറവുണ്ട്. കാരണം നമുക്ക് ഈ ഒരു മഴക്കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം പോകുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉത്ഭവം എവിടെ നോക്കാൻ പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞോ അല്ല ഇനി കുറച്ചുകൂടി ഉണ്ടോ നോക്കാൻ പോവാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഒരു വാട്ടർഫാൾ നമുക്ക് അത്രത്തോളം ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം മഴ പെയ്യായിട്ടായിരിക്കും. മഴ കഴിഞ്ഞിട്ട് കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത്ര വെള്ളമൊന്നും കാണുന്നില്ല. ആ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഇവിടുന്ന് വെള്ളം വരുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഇതൊരു ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നും മുകളിലും ഒരു വാട്ടർ വരുന്നതാണ്. അപ്പം ഇപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ച അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു സ്ഥലത്തൊക്കെ തന്നെ പോകാം കേട്ടോ. നമുക്കിവിടെ ഗൂഗിളൊക്കെ നോക്കിയപ്പം നല്ലൊരു സ്ഥലമായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചത്രയൊന്നും ഇവിടെ ഒരു കാണാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കുഴപ്പമില്ലാതെ ഇഷ്ടമായി തോന്നുന്നു. സോറി, ഇത് അത്ര നല്ല സ്ഥലമായിരുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി സ്ഥലത്ത് തന്നെ പോകാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കുകളൊക്കെ പ്ലീസ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.